ഈ ഒരു വീഡിയോ ഞാൻ ഹോളിയുടെ തലേ ദിവസം എടുത്തതാണ്. പക്ഷേ കുറേ തിരക്കും കാര്യങ്ങളും പിന്നെ നൈനൂന് പനി അതൊക്കെയാണ് എനിക്ക് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. എൻ്റെ തൊട്ടടുത്തുള്ള ദീദി അവളും ഞാനും നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ അവൾ ഹോളിയുടെ അന്ന് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വീറ്റ്സ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ചെന്നപ്പോഴത്തേക്കും അവൾ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അവളുമായിട്ട് കാര്യമായിട്ട് പറഞ്ഞ് സംസാരിച്ചിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഹിന്ദി പറഞ്ഞങ്ങ് തള്ളുവാണെന്ന്. പക്ഷേ അത്രയൊന്നും ഇല്ല ഗൈസ്. ആകെ 10-12 വാക്കറിയാം. അപ്പം ഞാൻ അത് വെച്ച് ഇങ്ങനെ സംസാരിക്കും, ബാക്കി അവളങ്ങ് ഊഹിച്ചെടുത്തോളും. അപ്പോഴത്തേക്കും ഞാൻ ഈ ഒരു പരിപാടിയാണ് ഏറ്റെടുത്തത്. കാര്യം എനിക്കിതെല്ലാം അറിയൂ. ഓൾറെഡി അവൾ അതിൻ്റെ ഫില്ലിങ്ങൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ റവയും തേങ്ങയും ഡ്രൈ ഫ്രൂട്ട്സും ഗീയും ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ് അവളാക്കിയിരിക്കുന്നത്. ഫില്ലിങ് നല്ല ടേസ്റ്റാണ്. പിന്നെ ആ ഒരു പച്ച സാധനം ഇതിൻ്റെ അച്ചാണ്. നമ്മുടെ ചപ്പാത്തി പോലത്തെ പരത്തിയിട്ട് ഈ അച്ചിനകത്തോട്ട് വെച്ചിട്ട് ആ ഫില്ലിങ് ഇട്ട് കൊടുത്ത് ഇതിനകത്ത് ഞെക്കി എടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. പറയാതിരിക്കാൻ പറ്റില്ല, അസാമാന്യ ടേസ്റ്റായിരുന്നു. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് അതൊക്കെ മേടിച്ച് കഴിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ കെട്ടിയവനാണെങ്കിൽ കുറേ കളറും അതും ഇതും ഒരു പിച്ചക്കാരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവളവിടെ ഉണ്ടാക്കിയ സാധനം എൻ്റെ ഭർത്താവ് ഇതേ കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഹോളിയല്ലേ, അവളും സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ എനിക്കും ഒരാഗ്രഹം എന്തെങ്കിലും സ്വീറ്റ്സ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ ആർത്തി മൂത്ത് രസമല്ല ഉണ്ടാക്കാമെന്ന് പറഞ്ഞു 1 ലിറ്റർ പാലൊക്കെ മേടിച്ച് അങ്ങോട്ട് ചെന്നതാണ് ഗൈസ്. പാലൊക്കെ പിരിഞ്ഞ് കുളവായി കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ.